വളരെ ദുഃഖകരമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് കടമ്പഴിപ്പുറം ഗ്രാമവും ഈ ഗ്രാമത്തിലെ നിവാസികളും കടന്നു പോകുന്നത്. കാരണം ഏപ്രിൽ 4-ാം തീയതി ഇവിടെ നിന്ന് വളരെ സന്തോഷത്തോടെ ആർത്തുല്ലസിച്ച് വിനോദയാത്രയ്ക്ക് പോയ 14-കാരിയായ ശ്രീനന്ദയുടെ ജീവനില്ലാത്തൊരു ശരീരമാണ് ഇപ്പോൾ പാലക്കാട് കടമ്പഴിപ്പുറത്തെ കല്ലമ്പലം ഈ വീട്ടിലെത്തിയിരിക്കുന്നത്. ശ്രീനന്ദയെ അവസാനം ഒന്ന് കാണാനായി ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളും ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയം മുൻപാണ് ശ്രീനന്ദയുടെ മൃതദേഹം ആംബുലൻസിൽ ഇവിടെ എത്തിച്ചേർന്നത്, ചിക്കമംഗളൂരിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നത്. ഇപ്പോൾ ശ്രീനന്ദയെ കാണാനായി ഒരുപാട് ആളുകൾ ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഈ ഗ്രാമപ്രദേശത്തിലെ സകല ആളുകളും ഈ വീടിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. അവസാനമായി നോക്കുകയാണ്, 1 മണിക്കൂർ മാത്രമാണ് പൊതുദർശനത്തിന് വെക്കുകയുള്ളൂ. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. തിരുവില്ലാമല ഐവർ മഠത്തിലാണ് മൃതദേഹം സംസ്കരിക്കുക. 12 മണിയോടുകൂടി ഈ വീട്ടിൽ നിന്ന് മൃതദേഹം ആംബുലൻസിൽ തന്നെ തിരുവില്ലാമല ഐവർ മഠത്തിലേക്ക് എത്തിക്കും. ശേഷം അവിടെയുള്ള ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം സംസ്കരിക്കും. 1 മണിയോടുകൂടി മൃതദേഹം സംസ്കരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ അതായത് ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് ശ്രീനന്ദ അപകടത്തിൽപ്പെട്ട് മരിച്ചതാകാം എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള പ്രാഥമിക നിഗമനം. കാരണം അത്തരത്തിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പ്രാഥമികമായി പുറത്തു വന്നിട്ടുള്ളത്. ശ്രീനന്ദയെ തലയ്ക്ക് ഉണ്ടായ ആഘാതമാണ് മരണകാരണമെന്നാണ് അറിയുന്നത്. മാത്രമല്ല ശരീരത്തിൽ ആകമാനം മുറിവുകളുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് ഏപ്രിൽ 4-ന് 40 അംഗ സംഘത്തോടൊപ്പം വളരെ സന്തോഷത്തോടെ പോയ ഒരു പഠിക്കാൻ വളരെ മിടുക്കിയായ ശ്രീനന്ദ എന്ന് പറയുന്ന 14-കാരിയെ കാണാൻ ശ്രീനന്ദയുടെ മൃതദേഹം അവസാനമായി കാണാൻ ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളും സ്ത്രീകളും അതുപോലെ തന്നെ ശ്രീനന്ദയുടെ ഉറ്റ കൂട്ടുകാരും ഉറ്റ സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. കടമ്പുഴിപ്പുറം ഹൈസ്കൂളിലാണ് ശ്രീനന്ദ പഠിക്കുന്നത്. 10ാം ക്ലാസ് പരീക്ഷ എഴുതി ആ പരീക്ഷയുടെ റിസൾട്ടിനായി വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ശ്രീനന്ദ. കാരണം പഠിക്കാൻ മിടുക്കിയാണെന്നാണ് കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഈ നാട്ടിലെ അയൽവാസികളും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. മാത്രവുമല്ല ശാസ്ത്രമേളകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കുട്ടിയാണ്. സംസ്ഥാന തലത്തിൽ ഉൾപ്പെടെ ശാസ്ത്രമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അത്തരത്തിൽ പഠിക്കാനും അതുപോലെ തന്നെ മറ്റ് പാഠ്യേതര പരിപാടികളിലൊക്കെ ശ്രീനന്ദ മുന്നിലുണ്ടാവുമെന്ന് തന്നെയാണ് പറയുന്നത്. വളരെ ഈ നാടിന് പ്രിയപ്പെട്ടവളാണ്, പൊന്നോമനയായിരുന്നു. ആ ഒരു കുട്ടിയുടെ മൃതദേഹമാണ് ഇപ്പോൾ അവസാനം കാണാനായി ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളും ഒത്തുചേർന്നിരിക്കുന്നത്. ഇപ്പോൾ പൊതുദർശനത്തിന് മൃതദേഹം വെച്ചു. ഇനി ആളുകൾക്ക് കാണാനുള്ള ഒരു അവസരമുണ്ടാക്കും. അതിനുശേഷം 1 മണിക്കൂർ പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും.